സങ്കേതം കോട്ടയാ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, ദൈവം നല്ല ദിവസത്തിൻ്റെ സന്ധ്യാസമയത്തിന് ഞങ്ങൾ വാഴ്ത്തുന്നു കർത്താവേ. കഴിഞ്ഞ 24 ദിവസം കർത്താവേ, നോയമ്പായ ദൈവമേ, ആരാധനയ്ക്കായി ഞങ്ങൾക്ക് ഒന്നിച്ച് ദൈവത്തിൽ കടന്നു വരാൻ ദൈവത്തിന് അവസരം സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളോട് സാന്നിധ്യം കൂട്ടിയിരിക്കണമേ ദൈവമേ. അങ്ങയുടെ നാമമോഹത്തിന് തിരുവനന്തപുരം ഞങ്ങളുടെ ഓരോ കൂട്ടായ്മകളും കർത്താവെ സ്വർഗ്ഗരാജ്യത്തിന് ഹിതമാവത്തിൽ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. നേർന്നെല്ലാവരും മക്കളെ അനുഗ്രഹിക്കണമേ. അല്പസമയോടെ സാന്നിധ്യം നിറയ്ക്കണമേ. മൗനം മോത്തോടുത്ത കരങ്ങൾ തിരുനേശന താഴ്മയായ കൃപകൾക്ക് മാറാകണമേ. ആ സമഗ്രമായ ജീവിത രൂപാന്തരത്തിനും സൗഖ്യത്തിനും നിരപ്പിനും വേണ്ടിയുള്ള ആഹ്വാനമാണ് നമുക്ക് നൽകുന്നത്. ഈ നോയമ്പ് കാലം പ്രാർത്ഥനയ്ക്കും വേദപുസ്തകം പഠിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുന്നതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തേണ്ടത് നമുക്ക് ആവശ്യമാണ്. അതുമാത്രമല്ല, നമ്മുടെ ഓരോ ക്രിയാത്മകമായ പ്രവർത്തനത്തിനും സഹായകരമാകുന്ന രീതിയിൽ നമ്മുടെ നോമ്പിലെ ഓരോ വർജനങ്ങളും മാറണം. അത് നമുക്ക് ജീവിതത്തിൽ നിന്നും പ്രയോജനമുള്ളതായിത്തീരും. നമ്മൾ അറിഞ്ഞുകൊണ്ട് ദുശ്ശീലങ്ങളിൽ ഇടപെടാതിരിക്കുക. അതോടൊപ്പം തന്നെ ദുശ്ശീലങ്ങളിൽ ഏർപ്പെട്ടവരെ തിരുത്തുന്നതിന് നമുക്ക് ഈ നോമ്പ് കാലങ്ങളിൽ നമുക്ക് ഇടയാകണം. നമ്മളെ തന്നെ ഈ നോമ്പ് കാലങ്ങളിൽ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കടന്നു വന്ന വഴികൾ, എത്രയോ പ്രയാസകരമായ വഴികൾ, അവിടെ എല്ലാം ദൈവം നമ്മെ താങ്ങി നടത്തി ഒന്ന് തിരിഞ്ഞു നോക്കണം നമുക്ക് വളരെ ആവശ്യമാണ്. നമുക്ക് ഓർക്കുന്നതിനും നമ്മുടെ സംസാരത്തിലോ നമ്മുടെ പ്രവൃത്തിയിലോ നമ്മുടെ പെരുമാറ്റത്തിലോ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ വന്നാൽ അത് ഈ കാലങ്ങളിൽ നമുക്ക് ക്ഷമ ചോദിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാൻ ഈ കാലങ്ങളിൽ നമുക്ക് ഇടയാകണം. 2 കൊരിന്ത്യർ 5:17 ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്: ഒരുത്തൻ ക്രിസ്തുവായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. യോഹന്നാൻ 15:5 ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. ഒരു വാക്യം കൂടെ: ഒരുത്തൻ നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവം ഉള്ളവരത്രേ. ഞാനൊരു 3 വാക്യം ഇവിടെ വായിച്ചു. ഈ വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാ ജീവിതത്തിനും ഒരു 2 വശം നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാവുന്നു. അപ്പോൾ പുതിയ സൃഷ്ടിയും പഴയ സൃഷ്ടിയും, അവിടെ 2 അനുഭവം നമ്മൾ കാണാൻ സാധിക്കും. ആത്മാവ് നമ്മൾ വസിക്കുമ്പോൾ ആത്മാവ് ഉള്ള മനുഷ്യനും ആത്മാവ് ഇല്ലാത്ത മനുഷ്യനും, അതോടൊപ്പം തന്നെ ഫലം കായ്ക്കുന്ന ആത്മാവ് നമ്മൾ വസിക്കുമ്പോൾ നല്ല ഫലം കായ്ക്കുന്ന മനുഷ്യനും ഫലം കായ്ക്കാത്ത. അപ്പോൾ നമ്മുടെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സമൂഹം പഠിക്കുമ്പോൾ ഈ ലോകത്ത് 2 അവസ്ഥകൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, ഒരിക്കൽ ജനിച്ചാൽ ഒരിക്കൽ മരണമുണ്ട്. ജനനം മരണം. ഒരു താഴ്ചയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉയർച്ചയുണ്ട്. അതുപോലെ ഒരു കുന്നിന് കുഴി ഉണ്ടെന്ന് പറഞ്ഞതുപോലെ തെറ്റും ശരിയും ഈ ലോകത്ത് നമ്മൾ കണ്ണോടിക്കുമ്പോൾ എല്ലാ വിഷയങ്ങൾക്കും 2 സൈഡുണ്ട്. നമ്മൾ പഠിക്കാൻ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ലോകത്ത് പാപങ്കലമായ ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ ദൈവാത്മാവിൻ്റെ പ്രവൃത്തിയിൽ ദൈവാത്മാവിൻ്റെ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സഹായിക്കണം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5:22 നമ്മൾ പഠിക്കുമ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും. നമുക്കറിയാം, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിനായി ഈ നോയമ്പ് കാലം നമുക്കിടയാകണം. ഒരു വ്യക്തിയെ നമ്മൾ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് പേരുകൊണ്ടല്ല, മറിച്ച് ആ വ്യക്തിയിൽ നിന്നും പുറപ്പെടുവിക്കുന്ന അല്ലെങ്കിൽ പുറപ്പെടുന്ന ഫലങ്ങൾ കൊണ്ടാണ് നമുക്കൊരു ക്രിസ്ത്യാനി എന്ന് പറയാൻ സാധിക്കുന്നത്. ആത്മാവിൻ്റെ ഫലങ്ങളായ ഈ സ്നേഹ, സന്തോഷ, സമാധാനം അങ്ങനെയുള്ള മറ്റുള്ളവർക്ക് സമൂഹത്തിൽ പ്രയോജനമുള്ള നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുമ്പോഴാണ് നമുക്കതൊരു ക്രിസ്ത്യാനിയായി എന്ന് പറയാൻ സാധിക്കുന്നത്. ഒരിക്കലും മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴവും പറിക്കാൻ നമുക്ക് കഴിയുമോ? ഇല്ല. നല്ല വൃക്ഷം നല്ല ഫലം കായ്ക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം, നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ക്രിസ്ത്യാനി എന്ന പേര് ലഭിച്ചത് അന്ത്യോക്യയിൽ വെച്ചാണ്. സഭ അല്ലെങ്കിൽ എക്ലീസിയ എന്ന് പറഞ്ഞ അർത്ഥം വേർതിരിച്ച് വിളിക്കപ്പെട്ടവർ എന്നാണ്. അപ്പോൾ നമ്മളൊരു പുതിയ സൃഷ്ടി ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്തു നിന്ന് മാറി വേറൊരിടത്ത് പോയി താമസിക്കുന്നുള്ളതല്ല. നമ്മൾ ലോകത്തിലായിരിക്കുമ്പോൾ ലോകത്തു നിന്ന് മാറിപ്പോകുന്നവരല്ല, മറിച്ച് നമ്മൾ ലോകത്തുള്ളവരെ പോലെ അവർക്ക് പ്രകാശമായി ജീവിപ്പാൻ നമുക്ക് സാധിക്കണം. ദൈവം നമ്മെ സൃഷ്ടിച്ചു, പാപം നമ്മെ വിരൂപമാക്കി, ക്രിസ്തു നമ്മെ രൂപാന്തരപ്പെടുത്തുന്നു. അങ്ങനെയെങ്കിൽ നാം ഈ വിശ്വാസ ജീവിതത്തിൽ അല്ലെങ്കിൽ ക്രിസ്തീയ ഗോളത്തിൽ നാം ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, നാം വിശ്വാസത്തിൽ വേർപെട്ടവരായി നാം ജീവിക്കണം. വിശ്വാസത്തിൽ വേർപെട്ടവരായി ജീവിക്കുമ്പോൾ നമുക്ക് ഓടിയെത്തുന്ന പേരാണ് വിശ്വാസി. അബ്രഹാം നമ്മുടെ വിശ്വാസികളുടെ പിതാവാണെന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകം നമുക്ക് പഠിക്കാൻ സാധിക്കും. ദൈവം അബ്രഹാമിനെ
ബഹുദൈവ വിശ്വാസത്തിൽ നിന്നും വിളിച്ചു വിശ്വാസികളുടെ പിതാവാക്കുന്നതുവരെ അബ്രഹാം പല കാര്യങ്ങളിൽ കൂടെ, പല ശോധനകളിൽ കൂടെ, പല പ്രശ്നങ്ങളിൽ കൂടെ ഒക്കെ കടന്നുപോയ അനുഭവം നമുക്കറിയാം. അതിലേറ്റവും പ്രധാനമാണ് അബ്രഹാമിന് മക്കളെ കൊടുക്കാൻ താമസിച്ചു. കൊടുത്ത മകനെ ദൈവം യാഗം കഴിക്കാൻ പറഞ്ഞു. അതൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശോധനകളാണ്. ആ ശോധനയിലും അബ്രഹാം പിടിച്ചത് തൻ്റെ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ടാണ്. അപ്പോൾ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ടാണ് വിശ്വാസികളുടെ പിതാവെന്ന് പേർ വിളിക്കാൻ സാധിച്ചത്. 115-ാം സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ വിഗ്രഹാരാധനയെ പറ്റി കാണാൻ സാധിക്കും. വിഗ്രഹത്തെ അവയെ ഉണ്ടാക്കുന്നവൻ അവയെപ്പോലെയാകുന്നു, അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. അപ്പോൾ ദൈവത്തിൽ നമുക്കറിയാം 118-ാം സങ്കീർത്തനം 8-ാം വാക്യം നമ്മുടെ വേദപുസ്തക വാക്യങ്ങളിൽ ഏറ്റവും മധ്യവാക്യമാണ്. 118-ാം സങ്കീർത്തനം 8-ാം വാക്യം. നമ്മുടെ ആശ്രയം ആരിലാണ്? നമ്മുടെ ആശ്രയം യഹോവയായ ദൈവത്തിലേക്ക്. നമ്മുടെ ആശ്രയം മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുക നല്ലത്. അപ്പം നമ്മുടെ ആശ്രയം മനുഷ്യരിൽ ആശ്രയിക്കണം. അപ്പം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ ആശ്രയം ദൈവത്തിലായിരിക്കണം എന്ന് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. പൗലോസ് അപ്പോസ്തലൻ എഫെസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ എഫെസ്യർ 6-ാം അധ്യായത്തിൽ ഒരു വിശ്വാസി എപ്രകാരമായിരിക്കണം എന്ന് പ്രത്യേകം അവിടെ പറയുന്നുണ്ട്. സർവ്വ ആയുധവർഗം ധരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം നമ്മുടെ ക്രിസ്തീയ വിശ്വാസി. നമുക്കെല്ലാവർക്കും അറിയാം സർവ്വ ആയുധവർഗം എന്താണ്. നിങ്ങളുടെ ആരയ്ക്ക് സത്യം കിട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിൽ ചെരുപ്പാക്കിയും വിശ്വാസം എന്ന പരിചയം രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും ധരിച്ചുകൊള്ളുക എന്ന സർവ്വ ആയുധവർഗം ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ ധരിച്ചുകൊള്ളണം. അത് മാത്രമല്ല, അതിനോടൊപ്പം ഒരു കാര്യം പറയുന്നുണ്ട്, ഏതൊരു നേരത്തും നമ്മൾ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. പ്രാർത്ഥന നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. അപ്പോൾ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ പിടിച്ചു നിൽക്കുമ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിനായും എഫെസ്യർക്ക് ലേഖനം 6-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ സർവ്വ ആയുധവർഗം സത്യം, നീതി, സമാധാനം, വിശ്വാസം, രക്ഷ, ദൈവവചനം, പ്രാർത്ഥന, ഇവ നമ്മുടെ ജീവിതത്തിലെ ഓരോന്നും ആയുധമാക്കി മുന്നോട്ട് പോയാൽ നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് അടിയുറച്ചു നിൽക്കാൻ സാധിക്കും. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. നമുക്കറിയാം ഗോഡ് ഈസ് ഒംനിപോട്ടന്റ്, ഒംനിപ്രസന്റ്, ഒംനീഷ്യന്റ്, സർവശക്തൻ, സർവ്വവ്യാപി, സർവജ്ഞാനി. അതോടൊപ്പം തന്നെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നവനും കരുതുന്നതിനുമാണ്, രക്ഷിക്കുന്നതിനുമാണ്. ഈ വേർപെട്ട ജീവിതം നമ്മെ ഓരോരുത്തരും ധൈര്യപ്പെടുന്നതായിരിക്കണം. ഇങ്ങനെയുള്ള ക്രിസ്തീയ വിശ്വാസമുള്ള വേർപെട്ട ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങളുണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം, പ്രശ്നങ്ങളുണ്ടാകാം. ഒരിക്കലും നമ്മൾ ഏറ്റവും കൂടുതൽ ദൈവത്തോട് അടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നത്. യേശു 40 ദിവസം ഉപവസിച്ചപ്പോഴാണല്ലോ സാത്താൻ പരീക്ഷകനായിട്ട് യേശുവിൻ്റെ അടുക്കൽ വന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ദൈവം നമ്മെ സ്നേഹിക്കുന്നതിൻ്റെ ചിഹ്നങ്ങളായി, അടയാളങ്ങളായി ഓരോ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കണം. സങ്കീർത്തനം 27:1 ഇപ്രകാരം പറയുന്നുണ്ട്, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഒരു അടിസ്ഥാനത്തിൽ അടിയുറച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ക്രിസ്തീയ വിശ്വാസം നമുക്ക് ബലപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. വിശ്വാസത്തിൽ വേർപെട്ട ജീവിതം നയിപ്പാൻ നമുക്ക് കഴിയണം. സർവ്വായുധവർഗം ധരിച്ചുകൊണ്ട് ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചവരായി മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകേണ്ടത് വളരെ ആവശ്യമാണ്. രണ്ടാമതായി നമ്മൾ ഈ ഭാഗം ചിന്തിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, ജീവിതത്തിൽ വേർപെട്ടവരായി, ഒന്നാമത് വിശ്വാസത്തിൽ വേർപെട്ടവരായി ജീവിക്കണം. 2 ജീവിതത്തിൽ വേർപെട്ടവരായി നാം ജീവിക്കണം. ജീവിതത്തിൽ വേർപെട്ടവരായി ജീവിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് 1-2 കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളുള്ള പ്രതികരണവും നമ്മുടെ പ്രവർത്തനവും. ഏറ്റവും മുന്നിൽ നിൽക്കുന്നതാണ് നമ്മുടെ പ്രതികരണം. പ്രതികരണം മീൻസ് നമ്മളിപ്പോൾ ഒരാൾ നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ എപ്രകാരമാണ് പ്രതികരിക്കുന്നത്, നമ്മുടെ നോട്ടം എങ്ങനെയാണ്. നമ്മളൊന്നും പറയണ്ട, നമ്മൾ നോക്കിയാൽ മതി, ആ നോട്ടത്തിൽ അറിയാം നമ്മുടെ പ്രതികരണം. ചിലർ മിണ്ടാതിരിക്കും, ചിലർ ഉച്ചത്തിൽ സംസാരിക്കും, പക്ഷേ നമ്മുടെ പ്രതികരണം എപ്രകാരമാണ്. ഓരോ നോട്ടത്തിനും അതിൻ്റെതായ അർത്ഥം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് തന്നെ കഴിഞ്ഞ ജോസഫ് പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, പത്രോസിനെ യേശു നോക്കി. ആ യേശുവിൻ്റെ ഒറ്റ നോട്ടത്തിൽ പത്രോസിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി, എന്തിനാണ് യേശു നോക്കിയത്. അപ്പോൾ നമ്മുടെ ഓരോ നോട്ടവും, ഓരോ വാക്കും, ഓരോ പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമാണ്, നമ്മുടെ പ്രതികരണം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ഓരോ പ്രതികരണം അല്ലെങ്കിൽ ഓരോ നോട്ടം ഒരാളെ സ്നേഹിക്കുന്നതിനും ഒരാളെ പിണക്കുന്നതിനും ഇണക്കുന്നതിനും നമുക്ക് സാധിക്കും. ഗലാത്യർക്ക് തന്നെ നമ്മുടെ 5:22 നമ്മുടെ അറിയാനുള്ള ആത്മാവിൻ്റെ ഫലങ്ങൾ പഠിക്കുമ്പോൾ സ്നേഹം, സന്തോഷം, സമാധാനം, ഇവ നമ്മുടെ ജീവിത ഭാവങ്ങളായി നമുക്ക് കാണണം. സ്നേഹം, സന്തോഷം, സമാധാനം നമ്മുടെ ജീവിത ഭാവങ്ങളായി നമുക്ക് കാണാൻ സാധിക്കണം. ദീർഘക്ഷമ, ദയ, പരോപകാരം, ഇത് നമ്മുടെ ജീവിത പെരുമാറ്റങ്ങളായി കാണാൻ സാധിക്കണം. ദീർഘക്ഷമ, ദയ, പരോപകാരം ഇവ ജീവിത പെരുമാറ്റങ്ങളായി നമുക്ക് കാണാൻ സാധിക്കണം. വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിജയം, ഇത് നമ്മുടെ ജീവിത ശിക്ഷണങ്ങളായി കാണുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, വേർപെട്ട ജീവിതത്തിൽ നല്ല ഒരു പ്രതികരണ ശേഷിയുള്ള
മക്കളായി വളരുവാൻ നമുക്ക് സാധിക്കും. ഈ ഭാവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ക്രിസ്തീയ ഭാവങ്ങൾ. ഫിലിപ്പിയർ 2:5 പ്രകാരം വായിക്കുന്നുണ്ട്, യേശു ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ക്രിസ്തീയ ഭാവങ്ങളുള്ളവരായി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ല പ്രതികരണ ശേഷിയുള്ളവരായി സമൂഹത്തിൽ കൊള്ളാവുന്നവരായി ജീവിക്കാൻ നമുക്ക് സാധിക്കും. അസ്സിസിയിലെ വിശുദ്ധനായ ഫ്രാൻസിസിന്റെ പ്രാർത്ഥന ഇപ്രകാരമാണ്: കർത്താവേ, എന്നെ നിന്റെ സമാധാനത്തിന്റെ ഒരു ഉപകരണമാക്കി തീർക്കണമേ. എവിടെ വിദ്വേഷമുണ്ടോ അവിടെ സ്നേഹം, എവിടെ മുറിപ്പെടുത്തലുകളുണ്ടോ അവിടെ ക്ഷമ, എവിടെ സംശയമുണ്ടോ അവിടെ വിശ്വാസം, എവിടെ നിരാശയുണ്ടോ അവിടെ പ്രത്യാശ, എവിടെ ദുഃഖമുണ്ടോ അവിടെ സന്തോഷം വിതരാൻ എനിക്ക് സാധ്യമാകണമേ. ഇതാണ് അസ്സിസിയിലെ വിശുദ്ധനായ ഫ്രാൻസിസിന്റെ പ്രാർത്ഥന. നമ്മുടെ ഓരോരുത്തരെയും പ്രതികരണം എപ്രകാരമാണ്? നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നമ്മളതിനെ ഊതി വലിപ്പിച്ച് വലുതാക്കുകയാണോ ചെയ്യേണ്ടത്, അതോ അത് മനസ്സിലാക്കി നമ്മുടെ പ്രതികരണം എപ്രകാരമാണ്? ഒരു ക്രിസ്തീയ അടിസ്ഥാനമുള്ള പ്രതികരണമായി മറ്റുള്ളവർക്ക് രുചി പകർത്ത രീതിയിലുള്ള നോട്ടവും സംസാരവുമാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. മൂന്നാമതായി നമുക്ക് ഇവിടെ ചിന്തിക്കാൻ പറ്റുന്നത് നമ്മുടെ പ്രവർത്തനവും നമ്മുടെ പ്രാർത്ഥനയുമാണ്. നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൽ അല്ലെങ്കിൽ ക്രിസ്തീയ കോൾ നമ്മൾ നിൽക്കുമ്പോൾ പ്രാർത്ഥന ഒരു സൈഡിലും പ്രവൃത്തി വേറൊരു സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും അത് ജീവിതത്തിൽ ശാശ്വതമാകത്തില്ല. നമ്മുടെ പ്രവൃത്തിയും പ്രാർത്ഥനയും ഒരേ ദിശയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കത്തുള്ളൂ. നമുക്കൊരു പക്ഷി അത് പറന്നുയരണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് രണ്ട് ചിറക് ഒരുപോലെ ചലിച്ചെങ്കിൽ മാത്രമേ ആ പക്ഷിക്ക് പറന്നു വരാൻ സാധിക്കത്തുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ ക്രിസ്തീയ കോളത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പ്രവൃത്തിയും ഒരുപോലെ ആയിരിക്കണം. യാക്കോബ് 2:24 ഇപ്രകാരം പറയുന്നുണ്ട്: പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജ്ജീവമാവുന്നു. നമ്മുടെ പ്രവൃത്തിയും പ്രാർത്ഥനയും അല്ലെങ്കിൽ എല്ലാം സമൂഹത്തിലായിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഒരു കൃഷിക്കാരൻ തൻ്റെ വിത്ത് വിതച്ചതിന് ശേഷം അതിന് തക്ക സമയത്ത് വളവും വെള്ളവും കൊടുക്കാതെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും ആ നല്ല വിളവ് കിട്ടത്തില്ല. അപ്പോൾ അവന് വിത്ത് വിതച്ചതിന് ശേഷം സമയത്ത് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അവന് നല്ല ഒരു വിളവ് കിട്ടത്തുള്ളൂ. ഒരു വിദ്യാർത്ഥി പരീക്ഷയ്ക്ക് പഠിക്കുന്നു. അത് പരീക്ഷയ്ക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ചുമ്മാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും വിജയിക്കാൻ സാധിക്കത്തില്ല. പഠിക്കുകയും വേണം, പ്രാർത്ഥനയും വേണം. രണ്ടും ഒരുപോലെ കൊണ്ടുപോയാൽ മാത്രമേ ഒരു വിദ്യാർത്ഥിക്ക് പരീക്ഷ ജയിക്കാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ ഒരു മുറി വൃത്തിയാക്കുന്ന ഒരു വ്യക്തി ആ മുറി വൃത്തിയാക്കിയാൽ മാത്രമേ, അല്ലാതെ മാറിയിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ മുറി വൃത്തിയാകത്തില്ല. അപ്പോൾ പ്രവർത്തനവും നമ്മുടെ പ്രവൃത്തിയും പ്രാർത്ഥനയും ഒരേ ദിശയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൽ നല്ലൊരു വിജയം വിജയിക്കാൻ സാധിക്കത്തുള്ളൂ. ഈ നോമ്പുകാലം നമ്മുടെ വിശ്വാസത്തിൽ വേർപെട്ട ജീവിതം നയിപ്പാൻ നമുക്ക് സഹായിക്കണം. നമ്മൾ സമൂഹത്തിലാകുമ്പോൾ പല തിന്മകളൊക്കെ നമ്മൾ കേട്ടെന്ന് വരും. എന്നാൽ അതിനെല്ലാം വേർപെട്ട് നല്ല ഒരു ക്രിസ്തീയ വിശ്വാസം നയിപ്പാൻ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സർവായുധ വർഗം ധരിച്ച് സത്യവും നീതിയും രക്ഷയും ദൈവവചനം എന്ന വാളും ദൈവവചനം നമുക്കറിയാം. ഞാൻ വചനത്തെ പറ്റി വേറൊരു പ്രസംഗം തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ദൈവവചനം എന്ന വാളും ധരിച്ചുകൊണ്ട് ക്രിസ്തീയ ഗോളത്തിൽ അടിയുറച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം ചൈതന്യമുള്ളതായി തീരാൻ സാധിക്കും. ഈ നോമ്പുകാലം അതിനായി ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.